പരിശുദ്ധമായ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് സീന, കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബർ 10 എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം, എൻ്റെ രണ്ടാമത്തെ മകളാണ്. അവൾക്ക് സോറിയാസിസ് അസുഖമായിരുന്നു. 16 വർഷമായിട്ട് ഭയങ്കരമായിട്ട് ചൊറിച്ചിലും ഇതൊക്കെയായിരുന്നു. അതിന് ഒരുപാട് മരുന്നൊക്കെ വാങ്ങി. അവസാനം ഡോക്ടർ മരുന്നൊന്നുമില്ല, നിങ്ങൾ വേറെ വല്ല ആശുപത്രിയിലും കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നല്ല ഒഴിവാക്കി വിട്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നേർച്ച ഉപ്പും നേർച്ച തൈലവും ഉപയോഗിച്ച് അവിടെ സോറിയാസിസ് അസുഖം അങ്ങനെ പൂർണ്ണമായി മാറിക്കിട്ടും. ഇപ്പോൾ അവൾക്ക് യാതൊരു കുഴപ്പമില്ല. ആരാധന കൂടുമായിരുന്നു. ആരാധനയിലും ഞാൻ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മകളാണ്, ഇളയ മകളാണ് എൻ്റെ. അവൾക്ക് കാലിൻ്റെ മുട്ടുചട്ട തിന്നുന്ന രോഗം ഉണ്ടായിരുന്നു. അത് 3 വർഷത്തോളം ഉണ്ടായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ ആശുപത്രിയിൽ നിന്ന് കൊണ്ട് കാണിച്ചപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. 2 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് നന്നായിട്ട്. അപ്പോൾ ഇവിടെ മുട്ടുചട്ട തിന്നുന്നത് എനിക്ക് സ്വപ്നത്തിൽ 2 പ്രാവശ്യം കാണിച്ചു തന്നായിരുന്നു ഈശോ. അങ്ങനെ ഒരു പ്രാവശ്യം ആശുപത്രി കെട്ടിടമാണ് കാണിച്ചത്. അപ്പോൾ ഞാൻ മാതാവിനോട് ഈശോയോട് ചോദിച്ചത് എന്താണ് ഇതിനർത്ഥം എന്താണെന്ന് പറഞ്ഞപ്പം അങ്ങനെ കാണിച്ചു. അപ്പോൾ ഇവൾക്ക് പെട്ടെന്ന് അങ്ങനെയാണ് അവൾ അന്ന് ആശുപത്രി കൊണ്ടുപോയി മുട്ടുചട്ട തെന്നിയിട്ട്. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണെങ്കിൽ വീട്ടിൽ നിന്ന് എല്ലാവരും കൂട്ടത്തിൽ നിന്ന് കരച്ചിലായിരുന്നു. ഇവൾക്ക് മുട്ടുചട്ട തെന്നിപ്പോയിട്ട് ഇവളും കരച്ചിൽ, എല്ലാവരും കൂടെ കരച്ചിൽ. അങ്ങനെയാണ് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നത്. അപ്പം ഞാനും അവിടെ ഇല്ലായിരുന്നു വീട്ടിൽ. അപ്പം ഞാൻ വേറെ വീട്ടിൽ വീട്ടു ജോലിക്ക് നിൽക്കുമായിരുന്നു. അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ ഫോൺ വിളിച്ചപ്പം ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഞാൻ കണ്ട പോലെ തന്നെയാണ് വീട്ടിലെല്ലാവരും ഒന്ന് കരച്ചിൽ. അങ്ങനെ ഞാൻ പിന്നെ ആശുപത്രി കൊണ്ടുപോയതാണ്. അപ്പം അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന്. അത് ഞാൻ തൈലം തേച്ചു, ആരാധന കൂടി. അങ്ങനെ അവൾക്ക് അത് പൂർണ്ണ സൗഖ്യം നൽകി. ഇപ്പം 2 വർഷത്തോളമായിട്ട് അതങ്ങനത്തെ ഒരു അസുഖമില്ല. പിന്നെ എനിക്ക് 8 വർഷത്തോളമായിട്ട് കണ്ണിന് അലർജി ഉണ്ടായിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് പോയതിൻ്റെ പിറ്റേ ദിവസം തൈലം തൂത്ത് പ്രാർത്ഥിച്ച് അതിലൂടെ അത് മാറിക്കിട്ടി. പിന്നീട് അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. കൊന്തയും ചൊല്ലി വചനം വായിക്കും ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് പത്രം ഞാൻ കൊണ്ടുപോയി കാഞ്ഞങ്ങാട് ടൗണിലെല്ലാം കൊടുക്കുമായിരുന്നു. പക്ഷേ എനിക്ക് കൊടുക്കാൻ സമയം അതിന് 1 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകേണ്ടതുകൊണ്ട് അപ്പോൾ ഞാൻ ഈശോയോട് ഇവിടുന്ന് പറഞ്ഞിട്ട് പോയി 8 ദിവസം കൊണ്ട് എനിക്ക് കൊടുത്തു തീർക്കാൻ പറ്റണേന്ന്. അന്നേരം തന്നെ അത് കൊടുത്തു തീർക്കാൻ പറ്റുന്നുണ്ട് എല്ലാ പത്രവും. എന്നോട് ആരും അങ്ങനെ വേണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങോട്ട് താന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്നേഹാലയം ഉണ്ട് നമ്മുടെ അവിടെ പോയിട്ട് ഞാൻ അവർക്ക് വേണ്ട ആ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുകയും അവിടെ തുടയ്ക്കുകയും പൊടിയൊക്കെ തൂക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്യാനൊരു കൃപ നൽകിയിട്ടുണ്ടായിരുന്നു. ആത്മീയമായി വളർച്ച കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല ഇന്ന് വരെ. പിന്നെ പള്ളിയിൽ ഞായറാഴ്ച ദിവസമേ പോകാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ ഇന്ന് വരെ മുടക്കിയിട്ടില്ല. കുമ്പസാരം 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യാറുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-ാം തിരുവചനം പറയുന്നു, എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. സീന എന്ന സഹോദരി ദൈവവചനമനുസരിച്ച് വളരെ വിവേകത്തോടു കൂടിയാണ് പരിശുദ്ധ അമ്മയെ സമീപിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. തൻ്റെ വർഷങ്ങളായിട്ടുള്ള സോറിയാസിസ് എന്ന അസുഖം, തൻ്റെ മകളുടെ മുട്ടിൻ്റെ ചിരട്ട തെറ്റിയപ്പോഴും അതിലൂടെ കടന്നുപോയ അവരുടെ നീണ്ട 2-3 വർഷങ്ങളുടെ വേദന, മൂക്കിൻ്റെ പാലം വളഞ്ഞിരുന്നു. ഈ അവസ്ഥകളിലെല്ലാം 8 വർഷമായിട്ടുള്ള കണ്ണിൻ്റെ അസുഖം, ഇതിലെല്ലാം പരിശുദ്ധ അമ്മ ഞൊടിയിടയിലാണ്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് സീന സമീപിച്ചത്. പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞാൽ വളരെ കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കാനെടുത്ത അത്രയ്ക്കും സമയം തന്നെയാണ് ഈ സഹോദരിക്ക് തൻ്റെ രോഗസൗഖ്യത്തിനും എടുത്തതെന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മയോട് നമ്മൾ എന്തു ചോദിച്ചാലും നമുക്ക് നൽകുമെന്ന ഉറപ്പാണ് ഉടമ്പടി നമുക്ക് നൽകുന്നത്. 3 മാസത്തെ സമയകാലം കൊണ്ട് പരിശുദ്ധ അമ്മയോട് നമ്മൾ വളരെ അടുത്തു പോകുന്നു. നമുക്കൊരു ആകർഷണം വരുന്നു, ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങുന്നു, തൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു.
ശരീരത്തിൻ്റെ അസ്വസ്ഥതകളിൽ നിന്നുള്ള സൗഖ്യം എന്നതിനേക്കാൾ മനസ്സിൻ്റെ മാറ്റങ്ങളാണ്, ആന്തരികമായ മാറ്റങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നു എന്നാണ് ഓരോ സാക്ഷ്യവും വെളിപ്പെടുത്തുന്നത്. ഈശോയെ പ്രാപിച്ചു കഴിയുമ്പോൾ ഇനി ഞാൻ ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം, എനിക്ക് ഇത്രമാത്രം തന്ന ഈശോയ്ക്ക് ഞാൻ എന്തുമാത്രം കൊടുക്കണം എന്ന വലിയ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മുടെ വചന വായനയും നമ്മുടെ കുമ്പസാരങ്ങളും നമ്മുടെ ആധ്യാത്മികമായ എല്ലാ തലങ്ങളും നമ്മെ എത്തിക്കുന്നത്, പരിശുദ്ധ അമ്മയെ നമ്മെ കൊണ്ടുപോകുന്നത് ഈശോയിലേക്കാണ്. ഇത്ര നല്ല ഒരു ജീവിത അനുഭവത്തിന് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം. ഈ കുടുംബത്തിന് വേണ്ടിയും ഇതുപോലെ വേദനിക്കുന്ന ഒരുപാട് മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിച്ച് ഒരു വലിയ കയ്യടി നൽകാം.